സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ലോകത്തിലെ ഏതാണ്ട് എല്ലാ പ്രമുഖ മാധ്യമങ്ങളും ഇന്ന് ഏറ്റവും വലിയ തലക്കെട്ടായി ചേർത്തിരിക്കുന്നത് ഖമനേയിക്ക് ട്രംപ് കവചമൊരുക്കി എന്നുള്ളതാണ്. നെതന്യാഹുവും ട്രംപും തമ്മിൽ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഇറാനിൽ വധിക്കാൻ പോകുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് നെതന്യാഹു ട്രംപിൻ്റെ മുൻപിൽ വെച്ചുവെന്നും അതിൽ ഒന്നാമത്തെ പേര് ഖമനേയുടേതായിരുന്നു എന്നുമാണ് വെളിപ്പെടുന്ന വാർത്തകൾ. ട്രംപ് ആദ്യം തന്നെ ആ ഒന്നാമത്തെ പേര് അങ്ങോട്ട് വെട്ടി ഖമനേയെ ഒഴികെ ബാക്കി നിങ്ങൾ ആരെ വേണം തട്ടിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഖമനേയി ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് ട്രംപിൻ്റെ ഔദാര്യം കൊണ്ടാണ്. കാരണം ഖമനേയിയുടെ ഏറ്റവും ക്ലോസസ്റ്റ് എയ്ഡായിട്ടുള്ള അലി ഷംഖാനി എന്ന ആദ്യത്തെ ദിവസം തന്നെ വധിക്കപ്പെട്ടിരുന്നു. അന്ന് എല്ലാവരും ചോദിച്ച ഒരു ചോദ്യമാണ്, അലി ഷംഖാനി എപ്പോഴും ഖമനേയുടെ കൂടെ നടക്കുന്നതാണ്. അപ്പോൾ അലി ഷംഖാനിയെ വധിച്ച മൊസാദിന് എന്തുകൊണ്ട് ഖമനേയെ വധിക്കാൻ പറ്റിയില്ല എന്നൊരു ചോദ്യം അന്ന് ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒരുപാട് ഊഹാപോഹങ്ങളൊക്കെ പുറത്തു വന്നു. അങ്ങനെ ഖമനേയെ കൊന്നാലെ ഖമനേയുടെ മകൻ ഉടനെ അടുത്ത ഖമനേയായിട്ട് മാറും, അല്ലെങ്കിൽ ആയത്തുള്ളയായിട്ട് മാറും. അയാൾക്ക് 10-30 വർഷത്തെ സ്പാനുണ്ട്. ഈ ഖമനേയി കഴിഞ്ഞും വലിയ മൂർഖനാണ് അവൻ, അപ്പോൾ അവനെ ആ സ്ഥാനത്തേക്ക് വരുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഊഹാപോഹങ്ങളും ന്യൂസുകളും ഒക്കെ അതിൻ്റെ പേരിൽ തന്നെ കുറേ പേര് വിറ്റ് കാശാക്കി. പക്ഷെ ഇപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം പുറത്തു വരുന്നത്. ഖമനേയിയെ ജീവനോടെ വിട്ടത് ട്രംപിൻ്റെ വീറ്റോ ഉള്ളത് കൊണ്ടാണ്. ട്രംപ് പറഞ്ഞു അയാളെ തൊടാൻ പറ്റില്ല, കാരണം അദ്ദേഹം ഒരു രാഷ്ട്ര നേതാവ് എന്നതിലുപരി, ഒരു കമാൻഡർ ഇൻ ചീഫ് എന്നതിലുപരി ഒരു മതത്തിൻ്റെ നേതാവാണ്. അപ്പോൾ മതത്തിൻ്റെ നേതാവ് ഒരു ഇസ്ലാമിക ലോകത്തിലെ ഒരു റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഫിഗറാണ്. അപ്പം അത് ഷിയ സുന്നി വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും ശരി, ഒരു മതനേതാവിനെ കൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും നോവും. അപ്പോൾ ആ ഒരു നോവ് ഒഴിവാക്കാൻ വേണ്ടി ട്രംപ് പറഞ്ഞു വേണ്ട, അയാളെ കൊല്ലണ്ട, ബാക്കി അതിന് താഴോട്ട് ആരെ വേണം തട്ടിക്കോ. അങ്ങനെയാണ് ഖമനേയി ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനമായ വാർത്ത. ഇതിൻ്റെ വേറൊരു പാരഡോക്സ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഖമനേയി കൊടുത്തിട്ടുള്ള ലിസ്റ്റിൽ ആദ്യം തട്ടാൻ പറ്റുന്നത് ട്രംപിനെയാണ്. അപ്പോൾ ട്രംപിനെ തട്ടാൻ വേണ്ടി ഖമനേയി ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സത്യവും നെതന്യാഹു ഈ ദിവസങ്ങളിൽ പുറത്തുവിട്ടിട്ടുണ്ട്. ഇറാൻ്റെ ഏജൻസിനെ ഏൽപ്പിച്ചിരിക്കുന്ന ആദ്യം തട്ടാൻ വേണ്ടി ഏൽപ്പിച്ച ഒരാൾ ട്രംപാണ്. അപ്പം അതങ്ങനെ പോട്ടെ. അപ്പോൾ ഇതിൽ ഇന്നത്തെ അപ്ഡേറ്റ് അനുസരിച്ച് അസോസിയേറ്റ് പ്രസ്സിന് IDF കൊടുത്ത കണക്കനുസരിച്ച് ഇറാനിൽ നിന്ന് ഇസ്രായേലിൻ്റെ ബോർഡറിലെത്തിയത് 270 മിസൈലുകളാണ്. ഇതുവരെ എത്തിയത് 270 മിസൈലുകളാണ്. ആ 270 മിസൈലുകളിൽ 22 എണ്ണം അയൺ ഡോം കവർ ചെയ്ത് ഇസ്രായേലിനുള്ളിലേക്ക് പ്രവേശിക്കുകയും പല റീജിയണിൽ വീഴുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതുവരെ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഡെത്ത് ടോൾ 14 എണ്ണമാണ്. ഈ യുദ്ധം തുടങ്ങിയ ശേഷം ഇതുവരെ അവിടെ മരിച്ചത് 14 ആളുകളാണ്. 396 പേർക്ക് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് വേറെ രസകരമായ കാര്യം, ഇതിലെ പകുതിയോളം മിസൈലുകൾ പതിച്ചുള്ള ഹൈഫ റീജിയനിലാണ്. ഈ ഹൈഫ എന്ന് പറയുന്ന റീജിയനിലാണ് ഇസ്രായേലിലെ അറബ്സ് താമസിക്കും. ഇസ്രായേലിൽ 10% അറബ്സ് ഉണ്ട് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ അറബ്സ് തിങ്ങി പാർക്കുന്ന ഏരിയയാണ് ഹൈഫ എന്ന് പറയുന്ന റീജിയൻ. അതുകൊണ്ട് തന്നെ ഈ ഡെത്ത് ടോളിലും ഇഞ്ചുറിയിലും പകുതിയിലധികവും അറബ്സ് തന്നെയാണ്, ജ്യൂസ് അല്ല, അറബ്സാണ്. അപ്പം അങ്ങനെ ഒരു ജ്യൂസിനെ കൊന്നു എന്ന ഒരു സുഖം അനുഭവിക്കാനാണല്ലോ ഇവർ യുദ്ധം ചെയ്യുന്നത് തന്നെ. അപ്പോൾ ആ മോളിൽ ചെല്ലുമ്പോൾ കണക്ക് കൊടുക്കുമ്പം സ്വന്തം ആൾക്കാരെ തന്നെയാണ് കൂടുതൽ തട്ടിയതെന്നുള്ള ആ ഒരു ലിസ്റ്റും കൂടി കിട്ടും. അപ്പോൾ അതിൽ കൂടാതെ ഈ ഇവരെ അന്വേഷിച്ച് വന്ന ഡ്രോണുകൾ, ഇസ്രായേലിലേക്ക് അയച്ച ഡ്രോണുകളിൽ ഒരെണ്ണം സിറിയയിൽ വീണ്, സിറിയയിലെ താർത്തൂസ് റീജിയനിലുള്ള ഒരു വീടിൻ്റെ മുകളിൽ വീണ് ആ വീട്ടിലെ സ്ത്രീ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ വിവിധ രാജ്യങ്ങളുടെ മുകളിലൂടെയാണ് പ്രൊജക്ടൈൽസ് ഇസ്രായേലിനെ ലക്ഷ്യമാക്കി അയക്കുന്നത്. ഇറാഖിൻ്റെ മുകളിലൂടെ വരുന്നുണ്ട്, സിറിയയുടെ മുകളിലൂടെ വരുന്നുണ്ട്, ജോർദാൻ്റെ മുകളിലൂടെ വരുന്നുണ്ട്. ജോർദാൻ്റെ മുകളിലൂടെ വരുന്ന മിസൈൽസിനെ ജോർദാൻ തന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇസ്രായേലിലേക്ക് അവിടെ നിന്ന് അയക്കുന്ന മിസൈലുകളിൽ ഒരു പങ്ക് ജോർദാൻ തന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ജോർദാനും അമേരിക്കയും മറ്റ് നാറ്റോ സഖ്യകക്ഷികളും ഒക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്തതിന് ശേഷം ഇസ്രായേലിൻ്റെ അതിർത്തിയിലെത്തിയ മിസൈലുകളുടെ എണ്ണമാണ് 270 എന്ന് പറയുന്നത്. അപ്പോൾ അവരവിടുന്ന് ഒരു 10,000 എണ്ണമൊക്കെ അയച്ചു കഴിഞ്ഞപ്പോഴായിരിക്കണം മിക്കവാറും ഇത്ര എണ്ണം ഇസ്രായേലിൻ്റെ റീജിയനിൽ എത്തിയിട്ടുണ്ടാവും. കുറേ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും, കുറേ ഇതുപോലെ ആരുടെയും ഒട്ടകത്തേക്ക് നോക്കി നടക്കുന്ന അറബിയുടെ തലയിലൊക്കെ വേണ്ടിയിട്ടുണ്ടാവും. അതിനൊന്നും കണക്കുണ്ടാവില്ല. ഇതിപ്പം സിറിയയിലെ ഒരു വീടിൻ്റെ മുകളിൽ ഈ ഡ്രോൺ പതിച്ചത് കൊണ്ടാണ്. അപ്പം അതിൻ്റെ ഒരു എണ്ണം കിട്ടിയത് വീടിൻ്റെ മുകളിലായതുകൊണ്ടാണ്. നമ്മൾ ഈ ആടുജീവിതമൊക്കെ നയിക്കുന്നത് പോലെ വല്ല മരുഭൂമിയിലൊക്കെ ആടിനെ ചുറ്റി നടക്കുന്നവരുടെ തലയിൽ ഇമാതിരിയുള്ള സാധനം വീണ് കഴിഞ്ഞാൽ അതിന് കണക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇവർ അയക്കുന്ന പല സാധനവും ഇങ്ങോട്ട് എത്തുന്നില്ലെന്നും വഴിക്ക് വീഴുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് ഈ സിറിയയിലെ താർത്തൂസ് റീജിയനിലുള്ള ഒരു ലേഡിയുടെ അവരുടെ വീടിൻ്റെ മുകളിൽ ഈ ഡ്രോണാണ് അത് പതിച്ച് ആ സ്ത്രീ കൊല്ലപ്പെട്ടു എന്നുള്ളത്. കൂടാതെ ഇതിലിപ്പം ഈ ഇസ്രായേലിന് മറ്റ് രാജ്യങ്ങൾ ഇവരെ ഡിഫൻസിൽ സഹായിക്കുന്നു എന്ന് പറയുമ്പോഴും ഈ ഇറാഖിൻ്റെയും സിറിയയുടെയും സ്കൈ കൺട്രോൾ ചെയ്യുന്ന US ആണ്. അത് അതാത് രാജ്യങ്ങളുടെ
പെർമിഷനോട് കൂടെ തന്നെയാണ് സ്കൈ കൺട്രോൾ ചെയ്യുന്നത്. അമേരിക്കയ്ക്ക് ഇറാഖിലും സിറിയയിലും ബേസുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാഖിലെയും സിറിയയിലെയും സ്കൈ കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ ആ സ്കൈയിൽ പ്രവേശിക്കുന്ന എന്ത് സാധനത്തെയും ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള അധികാരവും അമേരിക്കയുണ്ട്. അതുകൊണ്ട് അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്നതുകൊണ്ട് ഇറാനെതിരെ അമേരിക്ക യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് നിയമപരമായിട്ട് ഇറാൻ പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ജോർദാന്റെ സ്കെയിൽ പ്രവേശിക്കുന്ന എന്ത് സാധനത്തെ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള അവകാശം ജോർദാനുണ്ട്. അപ്പം ജോർദാൻ അവിടെ ഇസ്രായേലിനെ സഹായിച്ചു എന്നോ അല്ലെങ്കിൽ പിന്നെ യുദ്ധത്തിൽ ഏർപ്പെട്ടു എന്നോ പറയാനുള്ള അവകാശം ഇറാനില്ല. കാരണം ഈ രാജ്യങ്ങളുടെ ഒരു സ്കെയിൽ പ്രവേശിക്കാൻ ഔദ്യോഗികമായിട്ട് ഇറാന് അവകാശമില്ല. അതിൻ്റെ സ്കെയിൽ പ്രവേശിക്കാൻ എന്തിനേയും ഡിസ്ട്രോയ് ചെയ്യാനുള്ള അധികാരം അതാത് രാജ്യങ്ങൾക്കുണ്ട്. അപ്പോൾ ആ രാജ്യങ്ങൾ, അതാണ് ഇന്നലെയും ട്രംപ് പറഞ്ഞത്, US-ന്റെ എന്തെങ്കിലും ഇൻട്രസ്റ്റുകളുടെ മുകളിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ കഠിനമായ തിരിച്ചടി ഏൽക്കേണ്ടി വരുമെന്ന് ട്രംപ് ഇന്നലെയും വീണ്ടും വാൺ ചെയ്തിട്ടുണ്ട്. ട്രംപ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇസ്രായേൽ പറഞ്ഞത് അവർ തിരിച്ചടിയുടെ ഭാഗമായിട്ട് ആളുകളെ ടാർഗറ്റ് ചെയ്യുന്നവർ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നലത്തെ ക്യാച്ച് എന്ന് പറയുന്നത് മുഹമ്മദ് ഖസേമി എന്ന് പറയുന്ന ആളാണ്. അത് ഇറാൻ്റെ ഇൻ്റലിജൻസ് ചീഫാണ്. അതായത് മൊസാദിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇറാനിലുള്ള ഇൻ്റലിജൻസ് ഏജൻസിയുടെ തലവനെ തന്നെ ഇന്നലെ തട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടിയെയും തട്ടിയിട്ടുണ്ട്. ഇത് നെതന്യാഹു തന്നെ പ്രഖ്യാപിച്ച ന്യൂസാണ്. ഈ രണ്ട് ആളുകളെ, അവരുടെ ഇൻ്റലിജൻസ് ചീഫിനെയും അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടിയെയും വധിച്ചു എന്നുള്ളത്. കൂടാതെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ തെരഞ്ഞു പിടിച്ച് വധിക്കുന്ന പണി മൊസാദ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 20-ലധികം ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ ഇതുവരെ വധിച്ചു കഴിഞ്ഞു. കൂടാതെ 15-ലധികം ടോപ്പ് കമാൻഡേഴ്സിനെ, മിലിറ്ററിയിലെ ടോപ്പ് കമാൻഡേഴ്സിനെയും വധിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. നെതന്യാഹു പറഞ്ഞത്, അവർ ബ്രേവ് പൈലറ്റ്സ് ആർ ഓവർ ദി സ്കൈസ് ഓഫ് ഇറാൻ ഡിസ്ട്രോയിങ് മിലിറ്ററി ആൻഡ് ന്യൂക്ലിയർ ടാർഗറ്റ്സ്. അതായത് അവരുടെ വിമാനങ്ങൾ ഇപ്പോഴും ഇറാൻ്റെ ആകാശത്തിൻ്റെ മുകളിൽ എല്ലാ സമയത്തുമുണ്ട്. അവർ മിലിറ്ററി ടാർഗറ്റ്സിനെയും ന്യൂക്ലിയർ ടാർഗറ്റ്സിനെയുമാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് എന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ന്യായമായൊരു സംശയമുണ്ട്. ഇങ്ങനെ എല്ലാ സമയത്തും ഇറാൻ്റെ സ്കൈയിൽ ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റ്സ് ഉണ്ടെങ്കിൽ ഇത് എവിടെ നിന്നാണ് പറന്നു പോകുന്നതെന്നുള്ള പ്രധാനപ്പെട്ട വിഷയമുണ്ട്. കാരണം ഇസ്രായേലിൽ നിന്ന് അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇറാൻ്റെ ബോർഡറിലേക്ക് എത്തണമെങ്കിൽ തന്നെ അത് 1500 കിലോമീറ്റർ ഫ്ലൈ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും അതിൻ്റെ ഇറാൻ്റെ ഈസ്റ്റേൺ റീജിയനിൽ പോലും ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്നലെ ഏറ്റവും ലോങ്ങസ്റ്റ് റീജിയൻ എന്ന് പറയുന്ന ഈസ്റ്റേൺ പാർട്ടിലുള്ള ഒരു ഓയിൽ റിഫൈനറി ഇന്നലെ ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ടാർഗറ്റ് ചെയ്യപ്പെട്ട ഓയിൽ റിഫൈനറിലേക്ക് ഏകദേശം 2800 കിലോമീറ്റർ ഇസ്രായേലിൽ നിന്ന് ദൂരമുണ്ട്. അപ്പോൾ അത് ഒറ്റ ഫ്ലൈറ്റിൽ എന്തായാലും എത്തില്ല. ഒന്നുകിൽ ഇടയ്ക്കുന്ന റീഫ്യൂൽ ചെയ്യണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മിലിറ്ററി ബേസുകൾ ഉപയോഗിച്ച് അവിടെ നിന്ന് പറന്നു പോകുന്നതാണ്. ഈ ഇസ്രായേലിൽ മിലിറ്ററി ബേസുകൾ റീച്ച് ചെയ്യണമെന്നില്ല. US ധാരാളം മിലിറ്ററി ബേസുകളുണ്ട്. അപ്പോൾ US മിലിറ്ററി ബേസുകൾ ഓപ്പറേഷൻ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ന്യായമായൊരു സംശയത്തിന് ഇവിടെ ഇടയുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിനിടയിലൂടെ ഇറാൻ ഈ മിസൈൽസ് അയക്കുന്ന സമയത്ത് 100-200 മിസൈലുകൾ ഒന്നിച്ചാണ് ഇറാൻ അയക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അയക്കാവുന്ന മിസൈലുകളുടെ നമ്പറിനൊരു ലിമിറ്റ് ഉണ്ട്. ഒരു 8 മിസൈലുകൾ വരെയാണ് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അയക്കാൻ പറ്റുക. അപ്പം 200 മിസൈലുകൾ അയക്കണ എത്ര പ്ലാറ്റ്ഫോംസ് ചേർത്ത് ചെയ്യേണ്ടി വരും? അപ്പോൾ അത് പിന്നെ 10, 20, 25 പ്ലാറ്റ്ഫോംസ് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഇവർ ഈ മിസൈൽസ് അയക്കുന്നത്. സ്വാഭാവികമായിട്ട് ആ പ്ലാറ്റ്ഫോംസ് ഡിറ്റക്ട് ചെയ്യപ്പെടും. അത് ഇറാൻ്റെ പിന്നെ അവാക്സ് വിമാനങ്ങൾ ഇസ്രായേലിൻ്റെത് ആകാശത്ത് നിൽക്കുന്നുണ്ട്. കൂടാതെ സാറ്റലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ഈ മിസൈൽ ലോഞ്ചിങ് ഫെസിലിറ്റികളാണ് ഇപ്പോൾ ഇസ്രായേൽ തകർത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ രാത്രിയിൽ ഇറാനിൽ നിന്ന് വന്ന മിസൈലുകളുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇവർ ഈ 10-200 മിസൈലുകൾ ഒന്നിച്ച് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ആ ലോഞ്ചിങ് സൈറ്റ് കണ്ടുപിടിക്കപ്പെടും. ലോഞ്ചിങ് സൈറ്റ് പലപ്പോഴും ട്രാൻസ്പോർട്ടബിൾ ആണ്. അത് ഒരു സ്ഥലത്ത് പെർമനൻ്റ് ആയിട്ട് ഉണ്ടാക്കി വയ്ക്കുന്ന പ്ലാറ്റ്ഫോമുകളല്ല. പലപ്പോഴും അത് വാഹനങ്ങളുടെ മുകളിൽ നിന്നാണ് ലോഞ്ച് ചെയ്യുന്നത്. വാഹനങ്ങളുടെ മുകളിൽ നിന്നാണെങ്കിൽ പോലും ആ വാഹനങ്ങൾ മാറ്റുന്നതിന് മുമ്പ് തന്നെ അത് ആക്രമിക്കപ്പെടാൻ ഉള്ള സാധ്യതയുണ്ട്. കാരണം ആകാശത്തിൽ ഇവരുടെ വിമാനങ്ങൾ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ പിന്നെ ലോഞ്ചിങ് പാഡുകൾ പലതും തകർക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ലോഞ്ചിങ് പാഡുകൾ തകർക്കുന്നത് കൊണ്ട് തന്നെ ഇറാൻ്റെ റിട്ടാലിയേഷൻ കപ്പാസിറ്റി, തിരിച്ചടിക്കാനുള്ള കപ്പാസിറ്റി അനുനിമിഷം വളരെ വേഗം ഡീറ്റീരിയോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രാത്രിയിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഇസ്രായേൽ ഉണ്ടാക്കാൻ അതിന് മുമ്പിലത്തെ രാത്രി ചെയ്തത് അത്ര കഠിനമായി ചെയ്യാൻ ഇറാന് ഈ കഴിഞ്ഞ രാത്രിയിൽ സാധിച്ചിട്ടില്ല. ഇനി വരും ദിവസങ്ങളിൽ അത് വീണ്ടും താഴ്ന്നു പോകുള്ളൂ. അപ്പോൾ ഇസ്രായേൽ പറയുന്നത് അവർ പ്രതീക്ഷിച്ച അത്ര അതിൻ്റെ വളരെ ചെറിയൊരു അംശം പോലും ഉള്ള പ്രതികരണം ഇറാനിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അവർ ഇതിൽ കൂടിയ പ്രതികരണങ്ങൾ അവർ പ്രതീക്ഷിച്ചിരുന്നതാണ്. അതിനിടയിലൂടെ ഇറാൻ്റെ സൗത്ത് പാർട്സ് ഗ്യാസ് ഫീൽഡ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്യാസ് ഫീൽഡാണ്. ആ ഗ്യാസ് ഫീൽഡ് കത്തുകയാണ്. ആ ഗ്യാസ് ഫീൽഡ് ആക്രമിക്കപ്പെട്ടു. അപ്പോൾ ഇവർ പിന്നെ ഇറാൻ ഇസ്രായേലിലെ സിവിലിയൻ ഏരിയകൾ ടാർഗറ്റ് ചെയ്തു. അപ്പോൾ സാധാരണ മനുഷ്യരെ ടാർഗറ്റ് ചെയ്ത സമയത്താണ് അവർ ഇതുപോലത്തെ അവിടുത്തെ സിവിലിയൻ ടാർഗറ്റുകൾ ഇവരും, ഇത് മിലിറ്ററി അല്ലാത്ത ടാർഗറ്റുകളാണ്. അപ്പം ഓയിൽ റിഫൈനറി എന്ന് പറയുന്ന മിലിറ്ററി ടാർഗറ്റ് എന്ന് പറയാൻ കഴിയില്ല. അതുപോലെ പിന്നെ ഗ്യാസ്
ഫീൽഡ് എന്ന് പറയുന്നത്, മിലിറ്ററി ടാർഗറ്റ് എന്ന് പറയാൻ പറ്റില്ല. സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്, രാജ്യത്തിന് പണം ഉണ്ടാക്കി കൊടുക്കുന്ന സംഗതിയാണ്, പക്ഷേ അത് സിവിലിയൻസിനെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ടാർഗറ്റ് ചെയ്യാതിരിക്കാൻ ഇസ്രായേൽ ആദ്യം ശ്രമിച്ചിരുന്നു. പക്ഷേ ഇറാൻ ടാർഗറ്റ് ചെയ്യുന്നത് സിവിലിയൻ ഏരിയകളെ മാത്രമാണ്, സാധാരണ മനുഷ്യരെ മാത്രമാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെ വന്നപ്പം ഇസ്രായേൽ തിരിച്ചടിക്കുന്നത് ഇത്തരം ടാർഗറ്റുകൾ കൂടി, അതായത് ഇക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടാർഗറ്റുകൾ കൂടി അവർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഗ്യാസ് ഫീൽഡ് ഇപ്പോൾ നിന്ന് കത്താണ്. കൂടാതെ അവരുടെ മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സ് ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ന്യൂക്ലിയർ ഹൈഡിങ് ഫെസിലിറ്റീസ്, അതായത് ന്യൂക്ലിയർ സാധനങ്ങൾ, വസ്തുക്കൾ, എൻറിച്ച്ഡ് യുറേനിയം ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള, സൂക്ഷിച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അതൊക്കെ ടെഹ്റാന്റെ ചുറ്റിലുമാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. വേറെ ആർക്കും അറിയുന്ന കാര്യങ്ങളല്ല, കാരണം അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. അപ്പം അത്തരം ടാർഗറ്റുകൾ 200-ലേറെ ടാർഗറ്റുകൾ നശിപ്പിച്ചു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. കൂടാതെ അവരുടെ ഏറ്റവും വലിയ ഫെസിലിറ്റി ആയിട്ടുള്ള നഡാഷ് ന്യൂക്ലിയർ ഫെസിലിറ്റി, ന്യൂക്ലിയർ റിഫൈനറി സെൻറ്റർ, എൻറിച്ച്മെൻറ്റ് നടക്കുന്ന സെൻറ്റർ, ആ എൻറിച്ച്മെൻറ്റ് നടക്കുന്ന നഡാഷ് ന്യൂക്ലിയർ സെൻറ്റർ നശിപ്പിച്ചു എന്നാണ് നെതന്യാഹു ഇന്നലെ പറഞ്ഞത്. ദറ്റ് ഈസ് വി ഹാവ് ഡിസ്ട്രോയിഡ് ദി എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റീസ് അറ്റ് നഡാഷ് എന്നാണ് നെതന്യാഹു അവകാശപ്പെട്ടിട്ടുള്ളത്. അത് ഇന്റർനാഷണൽ ഏജൻസികൾ ശരിവെച്ചിട്ടില്ല. പക്ഷെ അവരെങ്ങനെ, നെതന്യാഹു സാധാരണ എന്തെങ്കിലും വിടൽസ് വിടുന്ന ആളല്ല. ഇറാനിൽ നിന്ന് പറയുന്നത് പോലെ അല്ല നെതന്യാഹു പറയുന്നത്. കാരണം ആദ്യത്തെ പ്രാവശ്യം കഴിഞ്ഞ 4 മാസം മുമ്പ് ഇവരുടെ മിസൈൽ ഫെസിലിറ്റികളും മിസൈൽ ലോഞ്ചിങ് ഫെസിലിറ്റികളും ആക്രമിച്ച ശേഷം നെതന്യാഹു പറഞ്ഞു, ഞങ്ങൾ ഇവരെ 10 വർഷം പുറകോട്ടടിച്ചിട്ടുണ്ട്. അവർ എവിടെ എത്തി നിന്നിരുന്നോ, മിലിറ്ററി പരമായിട്ട് എവിടെ എത്തി നിന്നിരുന്നോ അതിൻ്റെ 10 വർഷം അവരെ പുറകോട്ടടിച്ചിട്ടുണ്ട്. അവരുടെ ആകാശം ഞങ്ങൾ തുറന്നിട്ടു. അത് 100% ശരിയാണെന്ന് ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടു. കാരണം 200 വിമാനങ്ങൾ ഇറാൻ ഉള്ളിൽ കടന്ന് മണിക്കൂറുകളോളം ആക്രമണം നടത്തിയിട്ടും അതിലൊരു വിമാനത്തെ പോലും താഴെ അവരെ കൊണ്ട് സാധിച്ചില്ല. പിന്നെ തള്ളുവിടുന്ന ആൾക്കാർ പലതും പറയുന്നുണ്ട്. അവിടുന്ന് F-35 വീഴിച്ചു, വനിതാ പൈലറ്റിനെ പിടിച്ചപ്പോഴും വനിതാ പൈലറ്റിനെ പിടിച്ചു. വനിത എന്ന് പറഞ്ഞാൽ കുറച്ച് താല്പര്യം കൂടും. അപ്പം വനിതാ പൈലറ്റിനെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഗ്യാസ് അടിച്ചിറക്കി വിടുന്ന മഹായോഗ്യന്മാരുണ്ട്. ഒരു വനിതാ പൈലറ്റിനെ വിട്ടിട്ടില്ല. ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി കൃത്യമായി പറഞ്ഞു, ഇവിടെ നിന്ന് പോയ മുഴുവൻ വിമാനങ്ങളും തിരിച്ചെത്തി, മുഴുവൻ പൈലറ്റുമാരും തിരിച്ചെത്തി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ നമ്മളുടെ മിലിറ്ററി ബ്രീഫിങ്ങിനിടയിലൂടെ പറഞ്ഞ വാക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ മുഴുവൻ പൈലറ്റുമാരും സേഫായി വീട്ടിലുണ്ട് എന്നാണ്. മുഴുവൻ വിമാനങ്ങളും സേഫായി വീട്ടിലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞില്ല. മുഴുവൻ പൈലറ്റുമാരും സേഫായി വീട്ടിലുണ്ട് എന്നാണ് പറഞ്ഞത്. ആ വാക്ക് വളരെ കൃത്യമാണ്. അപ്പോൾ അതിൽ ഇടയിലൂടെ ചോദ്യം ചോദിച്ചിരുന്ന വിമാനങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞില്ല, പറയാൻ സമയമായിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങളുടെ മുഴുവൻ പൈലറ്റുമാരുമുണ്ട്, മുഴുവൻ വിമാനങ്ങളും തിരിച്ചെത്തിയിരുന്നു എന്ന് ഇസ്രായേൽ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാൻ പറയുന്നു അവിടെ F-35 വെടിവെച്ചിട്ടു. ഇത് മന്ത്രിമാരൊന്നുമല്ല കേട്ടോ, ഇത് ഈ ലോക്കൽ ന്യൂസ് അടിച്ചിറക്കുന്ന ആൾക്കാരാണ്. പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിൽ ഇത്തരം ന്യൂസുകൾ വന്നിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഇവിടെ അടക്കം മാധ്യമങ്ങളിൽ അമേരിക്കയുടെ F-35 ഇതാ വെടിവെച്ചിട്ടിരിക്കുന്നു, ഒരു വനിതാ പൈലറ്റിനെ പിടിച്ചു വെച്ചിരിക്കുന്നു പറഞ്ഞ് എനിക്ക് ഇന്നലെയും ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജുകൾ വന്നു. നോ പ്രൂഫ്, അങ്ങനത്തെ കാര്യങ്ങൾ സംഭവിച്ചിട്ടേ ഇല്ല. ഇസ്രായേലിൻ്റെ ഒരു വിമാനം പോലും ഇതുവരെ വെടിവെച്ചിട്ട് അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഒരു പൈലറ്റിനെ പോലും അവരോട്ട് പിടിച്ചിട്ടുമില്ല. ഇതിനിടയിലൂടെ നെതന്യാഹു പറയുന്നുണ്ട് ഇറാനിലെ ഭരണമാറ്റത്തിനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് നെതന്യാഹു പറയുന്നുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞിട്ടില്ല, പക്ഷേ ഭരണമാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ 48 മണിക്കൂർ ഖമനയുടെ ശബ്ദം കേൾക്കാനുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം പിന്നീട് 3 ദിവസങ്ങൾ കഴിഞ്ഞു, ഖമനയുടെ ശബ്ദം പിന്നീട് കേട്ടിട്ടില്ല. ഖമനയെ പേടിച്ച് പനി പിടിച്ചിരിക്കുകയാണോ, അദ്ദേഹത്തിന് താടിക്ക് തീ പിടിച്ചോ, എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പാടില്ല. കൂടാതെ ആദ്യത്തെ ദിവസം ഇറാനിൽ നിന്ന് പ്രസ്താവനകളുടെ ബഹളമായിരുന്നു. ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇസ്രായേലിനെ പൊടിക്കും ധരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ആരും ഒന്നും പറയുന്നില്ല. ഇപ്പോൾ ആകെ സംസാരിക്കുന്നത് അവരുടെ വിദേശകാര്യമന്ത്രി മാത്രമാണ്. അദ്ദേഹം പറയുന്നത് ഇസ്രായേൽ എപ്പം ആക്രമണം നിർത്തുന്നോ അപ്പോൾ ഞങ്ങൾ ആക്രമണം നിർത്താൻ തയ്യാറാണ്, ഞങ്ങളെ ആക്രമിക്കുന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ തിരിച്ചാക്രമിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം സമവായത്തിൻ്റെ ഭാഷയാണ് സംസാരിക്കുന്നത്. ആദ്യം അമേരിക്കയോട് ഞങ്ങൾ ഒരു ചർച്ചയ്ക്കും ഇല്ല എന്ന് പറഞ്ഞിരുന്നവർ ഇപ്പോൾ മിണ്ടുന്നില്ല. അടുത്ത സ്റ്റേജിൽ അവർ ചർച്ചയ്ക്ക് സമ്മതിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനിടയിലൂടെ ട്രംപ് ചർച്ചയ്ക്കുള്ള ഓഫർ നിരന്തരമായി ഇറാന് മുമ്പിൽ വെക്കുന്നുണ്ട്. വന്ന് എഗ്രിമെൻ്റ് ഒപ്പിട്ടോളൂ, പിന്നെ നിങ്ങളുടെ ന്യൂക്ലിയർ സെൻറ്ററുകൾ ഡിസ്മാൻഡിൽ ചെയ്യുന്ന കാര്യം നിങ്ങൾ സമ്മതിച്ചാൽ ആ നിമിഷം ഈ യുദ്ധം ഞാൻ നിർത്തിച്ചു തരാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് പോലെ നിർത്തുമെന്ന് അത്ര ഉറപ്പില്ല. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ കൃത്യമായ പ്ലാനുകളുണ്ട്. ആ പ്ലാനുകൾ തീർക്കാതെ ട്രംപ് പറഞ്ഞാൽ ഒരു യുദ്ധം നിർത്തില്ല. കാരണം ട്രംപ് പറഞ്ഞിട്ടല്ല അവർ യുദ്ധം തുടങ്ങിയത്. ട്രംപ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം നിർത്തില്ല. അവർ ഉദ്ദേശിച്ച ടാർഗറ്റുകൾ നശിപ്പിച്ച ശേഷം മാത്രമേ അവർ യുദ്ധം അവസാനിപ്പിക്കുള്ളൂ. അതിന് ദിവസങ്ങൾ വേണ്ടി വരും എന്നാണ് നെതന്യാഹു ഇന്നലെയും പറഞ്ഞിട്ടുള്ളത്. ദിവസങ്ങളെടുക്കും, ആയിട്ടില്ല, ദിവസങ്ങളെടുത്താലേ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാവുകയുള്ളൂ. അപ്പോൾ അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഒരു യുദ്ധം നിർത്തുകയുള്ളൂ. എന്തായാലും കൂടുതൽ പരിക്കുകൾ പറ്റാതെ, അതായത് സിവിലിയൻ ടാർഗറ്റ്സിനോ ഇക്കണോമിക് ടാർഗറ്റ്സിനോ പരിക്കുകൾ പറ്റാതെ യുദ്ധത്തെ തടയാൻ ട്രംപിന് സാധിക്കും, പ്രൊവൈഡഡ് ഇറാൻ ഒരു കംപ്ലീറ്റ് ഡിസ്മാൻഡിൽമെൻറ്റ് ഓഫ് ന്യൂക്ലിയർ സൈറ്റ്സ് എന്നുള്ള ഇസ്രായേലിൻ്റെ ആ ഡിമാൻഡ് അമേരിക്കയുടെ മുമ്പ് സമ്മതിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം അവിടെ തീരും. UN ഒന്നും ഇടപെട്ടിട്ട് പ്രശ്നം തീരില്ല. കാരണം UN ഒന്നും ഇസ്രായേൽ അനുസരിക്കുന്ന പ്രശ്നമില്ല. കാരണം UN എപ്പോഴും പക്ഷപാതിത്വപരമായാണ് ഇസ്രായേലിനോട് പെരുമാറിയിട്ടുള്ളതെന്ന് ഇസ്രായേലിന് മാത്രമല്ല ഇത് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അറിയാം.
അപ്പോൾ അതുകൊണ്ട് UN ഇടപെടൽ കൊണ്ട് ഈ പ്രശ്നം അവസാനിക്കില്ല. പക്ഷേ അമേരിക്കയെ കൊണ്ട് ഈ പ്രശ്നം തീർക്കാൻ സാധിക്കും, പ്രൊവൈഡഡ് ഇറാന് പറ്റുന്ന മീഡിയേറ്റേഴ്സ് ഉണ്ട്. അവിടെ പിന്നെ ടർക്കിയുണ്ട്, റഷ്യയുണ്ട്, ചൈനയുണ്ട്. ഇത്തരം മീഡിയേറ്റേഴ്സിനൊക്കെ ഉപയോഗിച്ച് അമേരിക്കയെ അപ്രോച്ച് ചെയ്ത് ഒരു മീഡിയേഷനിലൂടെ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ ഇപ്പോഴും ഇറാഖിന് സാധിക്കും. അതിനവർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. കാരണം നിരന്തരമായിട്ട് റഷ്യയും ടർക്കിയും ചൈനയും ഇറാൻ കൊണ്ടാക്കുന്നുണ്ട്. ഇവരാരെങ്കിലും വന്ന് ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ആരും വിചാരിക്കണം. അങ്ങനത്തെ ഒരു കാര്യവും സംഭവിക്കില്ല. കാരണം ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യാൻ അമേരിക്ക പോലും ഇറങ്ങിയിട്ടില്ല എന്ന് പറയണം. ഇസ്രായേൽ തന്നെയാണ് യുദ്ധം ചെയ്യുന്നത്, അമേരിക്കയല്ല യുദ്ധം ചെയ്യുന്നത്. അവർക്ക് അവകാശപ്പെട്ട സ്കൈയിലൂടെ ക്രോസ് ചെയ്ത് പോകുന്ന മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വേറെ യുദ്ധം ചെയ്യുന്ന അമേരിക്കയല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത്രയും ക്ലോസസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അമേരിക്കയുടെ 51st സ്റ്റേറ്റ് എന്നാണ് ഇസ്രായേലിനെ വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ കൂടെ യുദ്ധം ചെയ്യാൻ അമേരിക്ക ഇറങ്ങാത്ത സാഹചര്യത്തിൽ ഇവിടെ ചൈനയും റഷ്യയും വന്നിട്ട് ഇറാൻ്റെ കൂടെ യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന ആരെങ്കിലും പറയണ്ട. അങ്ങനത്തെ ഒരു കാര്യവും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. എന്ന് മാത്രമല്ല, റഷ്യ ഇന്ന് അവരുടെ ഡിപ്ലോമാറ്റ്സിനെയും മുഴുവൻ റഷ്യക്കാരെയും ഇറാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അടി വരുന്നുണ്ട്, നിങ്ങളൊക്കെ തലയും കൊണ്ട് പോയി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് അവരുടെ ഡിപ്ലോമാറ്റ്സിനെ വിളിച്ചുകൊണ്ട് പോയി എംബസി പൂട്ടി. അതിനിടയിലൂടെ ട്രംപിൻ്റെ വലിയ വർത്തമാനങ്ങൾ വേറെ പുറകെ വരുന്നുണ്ട്. അദ്ദേഹം പീസ് ട്രീറ്റിയുടെ കാര്യം പറഞ്ഞു, പിന്നെ കൂടെ അമേരിക്കൻ അസറ്റ്സ് തുടരുമെന്ന് പറഞ്ഞു. പിന്നെ മൂന്നാമത് ഫോക്സ് ന്യൂസ് അദ്ദേഹത്തോട് ചോദിച്ചു, ഇതെങ്ങനെയാവുമെന്ന് താങ്കളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ പറഞ്ഞാൽ അവർ തമ്മിലടിച്ച് തീരട്ടെ എന്ന് പറഞ്ഞു. ഇയാൾ എന്താ പറയുന്നത്, ഇയാൾക്കിനെ ഒരു ബോധ്യമില്ല എന്ന് വേണം വിചാരിക്കാൻ. അത് തമ്മിലടിച്ച് തീരട്ടെ. വേറൊരു ന്യൂസ് ഏജൻസിയോട് പറഞ്ഞത്, ഞാൻ ഈ പ്രശ്നം തീർത്തു കൊടുക്കാം, അങ്ങ് പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിൽ തല്ലുകൂടിയപ്പോൾ ഞാൻ ചെവിക്ക് പിടിച്ച് നിർത്തിയില്ലേ, അതുപോലെ ഞാൻ ഇവരെയും വേണം പിടിച്ച് നിർത്താം, ഇറാനെന്ന് സമ്മതിച്ചാൽ മതി. മൂപ്പർ അതിനിടയിൽ കൂടെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ വാചകമടി പരിപാടികളും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇറാനെ സംബന്ധിച്ച് ഇത് 3, 4, 5 ദിവസത്തിനപ്പുറത്തേക്ക് ഇത് കൊണ്ടുപോകാൻ അവരെ കൊണ്ട് സാധിക്കില്ല. പിന്നെ അവർ സൈലൻ്റ് ആയിട്ടിരുന്ന് കൊള്ളത്തേ ഉള്ളൂ. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ടാർഗറ്റ്സ് പൂർണ്ണമാക്കാതെ അവർ നിർത്തില്ല. ദേ ആർ വെൽ പ്രിപ്പയർഡ്. കാരണം അവർ എത്രയോ വർഷങ്ങളായിട്ട് ഇത് കോപ്പ് കൂട്ടിക്കൊണ്ടിരുന്നതാണ്. പ്രത്യേകിച്ചും അത് പിന്നെ ഒരു ഒക്ടോബർ 7, 2023 ഹമാസ് ഇവരെ തല്ലിയ ദിവസം ഇറാനിട്ട് കൊടുക്കേണ്ട ഡേറ്റും തീരുമാനിച്ച് വെച്ചുകൊണ്ട് ഇവർ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ആ പ്രിപ്പറേഷൻസും അത് മൊസാദ് ഇറാനിലെങ്ങും ചെതറിക്കിടക്കുന്നുണ്ട്. ഇവർ ഇറാനിൻ്റെ ടെഹ്റാനി മാത്രമൊന്നുമല്ല തല്ലുന്നത്. ഇറാൻ വലിയ രാജ്യമാണ്. ഇറാൻ്റെ എല്ലാ മൂലയ്ക്കും, ഈസ്റ്റും വെസ്റ്റും സൗത്തും സർവ്വസ്ഥലത്തും ഉള്ള പ്രദേശങ്ങളിൽ ആക്രമണം നടക്കുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ട ടാർഗറ്റുകൾ മുഴുവൻ പൂർണ്ണമായും അവർ തീർത്തതിന് ശേഷം മാത്രമേ ഈ യുദ്ധം ഇസ്രായേൽ നിർത്താൻ സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദാറ്റ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 10 to 12 days എന്നാണ് ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ വരുന്നത്.